അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് സൂചിപ്പിക്കുന്നത്, നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്, നിങ്ങളുടെ മുന്നിൽ ചർച്ചയ്ക്ക് ഇട്ടുതരുന്ന വിഷയം പശ്ചിമേഷ്യൻ വിഷയം അതീവ ഗൗരവമായി, അതീവ ഗുരുതരമായി തുടരുന്നു. ഇത് പറയാനുള്ള കാരണം, രണ്ട് വിഭാഗക്കാരുടെയും, ഇസ്രയേലിന്റെയും ഇറാന്റെയും ഈഗോ ഇരുവരെയും സമ്മതിക്കുന്നില്ല. ഇരുവരെയും ഇതിൽ നിന്ന് പിന്തിരിയാൻ സമ്മതിക്കുന്നില്ല. ആദ്യം ഇസ്രയേൽ ഇറാനെ ചൊറിഞ്ഞു. ഇറാൻ അതിന് തിരിച്ച് ചൊറിയേണ്ടതിന് പകരം ഇസ്രയേലിനെ ആകപ്പാട് മാന്തിപ്പൊളിച്ചു. ഈ മാന്തിപ്പൊളിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇസ്രയേലിന് വളരെ നാണക്കേട് ഉണ്ടാക്കിയ വിഷയമാണ്. ആയതുകൊണ്ട് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചെങ്കിലും ഇസ്രയേലിന്മേൽ അവരുടെ തന്നെ സഖ്യശക്തികൾ, അവരുടെ തന്നെ മുതുമുത്തച്ഛന്മാർ ഇസ്രയേലിന് ആയുധം കൊടുക്കുന്ന, സമ്പത്ത് കൊടുക്കുന്ന, എല്ലാവിധ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കി കൊടുക്കുന്ന ഭീമൻ സാക്ഷാൽ അമേരിക്ക, കൂട്ടത്തിൽ നാറ്റോ, ഈ സൈനിക സഖ്യങ്ങളെല്ലാം ഇസ്രയേലിനെ ശക്തമായി വിലക്കുന്നു. ഇറാൻ രണ്ടും കൽപ്പിച്ചാണ്. അതുകൊണ്ട് കൊടുത്തത് കൊടുത്തു, കിട്ടിയത് വാങ്ങി, ഇവിടെ വെച്ച് സമരസപ്പെടുക. ഇരുകൂട്ടരും ഇസ്രയേൽ സമരസപ്പെടാൻ തയ്യാറായാൽ ഇറാനും അതിന് തയ്യാറാകും. ഇറാൻ ഏതായാലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, ഇസ്രയേലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇത് വളരെ വലിയ ഒരു അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. വിശദമായി പരിശോധിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇസ്രയേൽ എന്തൊക്കെ സംഭവമാണെന്നാണ് അമേരിക്കയും ഇസ്രയേലും ഒക്കെ ഊതിവേർപ്പിച്ച് പറഞ്ഞ് പെരുപ്പിച്ചു വച്ചിരിക്കുന്നത്. അതിൽ പേടിക്കുന്ന അനവധി രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഈ സംഘർഷം ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്താണ് ഇസ്രയേൽ ഒരു മഹാമണ്ഡത്തരം കാണിച്ചു വെച്ചു. നമ്മുടെ ഇന്ത്യയുടെ ഒരു മാപ്പ് തയ്യാറാക്കുകയുണ്ടായി ഇസ്രയേൽ. ഈ മാപ്പ് തയ്യാറാക്കിയിട്ട് ആ മാപ്പിൽ കത്രിക വെച്ചു. ജമ്മു കാശ്മീരിനെ ഇന്ത്യയുടെ മാപ്പിൽ നിന്നും വെട്ടിമാറ്റി. അതിന്റെ അർത്ഥം ജമ്മു കാശ്മീർ എന്ന പ്രദേശം ഇന്ത്യക്ക് അവകാശപ്പെട്ടതല്ല എന്നും അത് ഇന്ത്യയുടേതല്ല എന്നും ഇന്ത്യ ആ പ്രദേശത്തിന്മേൽ അന്യായമായി അവകാശവാദം ഉന്നയിക്കുന്നു എന്നുമാണ് ഇസ്രയേൽ പറയുന്നത്. ഇസ്രയേൽ പറയുന്ന കാര്യം അവർ മാപ്പിലൂടെ പറഞ്ഞു. ഇത് ഇന്ത്യയെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും മൊത്തത്തിൽ 145ഓളം കോടി വരുന്ന ഇന്ത്യൻ ജനതയെ തന്നെ ആകെ അസ്വസ്ഥരാക്കിയിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ, എന്താണ് പറയേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ ജനങ്ങളും. എന്നാൽ ഇതിന് ഇസ്രയേലിന് എങ്ങനെ മറുപടി കൊടുക്കണം എന്ന് ഇന്ത്യയുടെ ഭരണാധികാരികളും തീരുമാനിച്ചു കഴിഞ്ഞു. ഏതായാലും സംഭവം നടന്ന ഉടനെ ഇന്ത്യയുടെ 3 യുദ്ധക്കപ്പലുകൾ ഇറാന്റെ ബന്ദർ അബ്ബാസ് തുറമുഖത്തേക്ക് പുറപ്പെട്ടു. ഇപ്പോൾ ഇന്ത്യയുടെ 3 യുദ്ധക്കപ്പലുകൾ ഇറാന്റെ ബന്ദർ അബ്ബാസ് തുറമുഖത്ത് ലാൻഡ് ചെയ്തിരിക്കുന്നു, പോർട്ട് ചെയ്തിരിക്കുന്നു. അവിടെ ആ തുറമുഖത്ത് അടുപ്പിച്ച് നങ്കൂരമിട്ടിരിക്കുന്നു. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഇന്ത്യയിലെ സാധാരണക്കാരായ ആർക്കും അറിയില്ല. ഇന്ത്യയുടെ ഭരണാധികാരികൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഏതായാലും ഇന്ത്യയുടെ പ്രതിഷേധങ്ങളൊക്കെ ഇസ്രയേലിനെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ കടക്കാൻ സാധ്യതയുണ്ട്. അതിനെ ഒരുപക്ഷെ ഇസ്രയേൽ നേരിടേണ്ടി വരും. അതിന് ഇന്ത്യക്ക് കൂട്ട് ഇറാനും ഉണ്ടാകും എന്നൊക്കെയാണ് പൊതുവെ ജനങ്ങളുടെ ഇടയിലുള്ള സംസാര വിഷയം. എന്നാൽ ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ ഇറാനെ സഹായിക്കാനാണോ ഇന്ത്യൻ വാർഷിപ്പുകൾ ഇറാന്റെ ബന്ദർ അബ്ബാസ് പോർട്ടിൽ അടുപ്പിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമല്ല. അതുമായി ബന്ധപ്പെട്ട യാതൊരു ദൃശ്യ മാധ്യമ റിപ്പോർട്ടുകളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എങ്കിലും ഏറെക്കുറെ ഊഹങ്ങളാണ് പുറത്തു വരുന്ന ലീക്കായി വരുന്ന വാർത്തകൾ വിശ്വസിക്കാനും കഴിയില്ല. ഏതായാലും ബന്ദർ അബ്ബാസിൽ അടുപ്പിച്ചിരിക്കുന്ന, നങ്കൂരമിട്ടിരിക്കുന്ന ഇന്ത്യയുടെ യുദ്ധക്കപ്പലുകൾ ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ കണ്ടല്ലോ, ഈ കപ്പലുകള് ഇറാന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അവിടെ വലിയ സ്വീകരണമാണ് കൊടുത്തത്. ഈ കപ്പലുകൾ അവിടെ പോർട്ടിൽ അടുത്ത ഉടനെ ഉന്നത ഉദ്യോഗസ്ഥർ, ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥർ
അതിന് അർഹിക്കുന്നതിനേക്കാൾ മുകളിൽ, അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ വലിയ സ്വീകരണം നൽകി അവിടെ അടുപ്പിച്ചിരിക്കുന്നു, നങ്കൂരമിട്ടിരിക്കുന്നു. ഏതായാലും നമുക്കെല്ലാം അനുമാനിക്കാം, ഊഹിക്കാം, ഇതൊരു നല്ല സൂചനയല്ല എന്ന്. ആയതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന എന്നെ ശ്രമിച്ച എല്ലാവർക്കും എന്റെ വലിയൊരു സലാം.